വിശുദ്ധ ഖുർആനിലെ 21 അധ്യായമായ സൂറത്ത് അൽ അംബിയയിലൂടെയുള്ള യാത്രയാണ് ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത്. അംബിയ എന്നാൽ പ്രവാചകന്മാർ എന്നാണ് അർത്ഥം. ഏകദേശം 16ഓളം പ്രവാചകന്മാരുടെ ജീവിതത്തിലെ സമാനതകളില്ലാത്ത പോരാട്ടങ്ങളും അവർക്ക് ലഭിച്ച ദൈവീക സഹായങ്ങളും വിവരിക്കുന്ന ഈ അധ്യായം കേവലം ഒരു ചരിത്ര ഗ്രന്ഥമല്ല, മറിച്ച് ശാസ്ത്രീയമായ വിസ്മയങ്ങളും പ്രപഞ്ച രഹസ്യങ്ങളും ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ അധ്യായം ആരംഭിക്കുന്നത് തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ തട്ടുന്ന ഒരു മുന്നറിയിപ്പോട് കൂടിയാണ്. അള്ളാഹു പറയുന്നു, മനുഷ്യർക്ക് അവരുടെ വിചാരണാവേള അടുത്തിരിക്കുന്നു, അവരാകട്ടെ അശ്രദ്ധയിൽ മുഖം തിരിച്ച് കളയുന്നവരാകുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എത്ര ഗൗരവമേറിയ വാക്കുകളാണിവ. നമ്മൾ ലൗകിക സുഖങ്ങളിൽ മുഴുകി സമയം പാഴാക്കുമ്പോൾ നമ്മുടെ ഓരോ ശ്വാസവും വിചാരണയുടെ ആ നിമിഷത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നുണ്ട്. ഇത് ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മക്കയിലെ കഠിനമായ പീഡനങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും ആശ്വസിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമാണ് ഈ അധ്യായം അവതരിച്ചത്. എന്നാൽ ഈ അധ്യായത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നോ, പ്രവാചകന്മാരുടെ കഥ പറയുന്നതിനിടയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മാത്രം ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ച് ഖുർആൻ ഇതിൽ സംസാരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ആകാശവും ഭൂമിയും വേർപിരിഞ്ഞത് എങ്ങനെ, ആധുനിക ശാസ്ത്രം പറയുന്ന ബിഗ് ബാങ് സിദ്ധാന്തത്തെക്കുറിച്ച് 1400 വർഷം മുമ്പ് ഈ അധ്യായത്തിലൂടെ ഖുർആൻ കൃത്യമായി സൂചന നൽകുന്നുണ്ട്. വരാനിരിക്കുന്ന ഭാഗങ്ങളിൽ നമ്മൾ അത് വിശദമായി ചർച്ച ചെയ്യുന്നതുമായിരിക്കും. ഈ അധ്യായത്തിലൂടെ പ്രവാചകന്മാരുടെ അത്ഭുതകരമായ ജീവിതവും അതിനോട് ചേർന്ന് നിൽക്കുന്ന ശാസ്ത്ര സത്യങ്ങളും നമ്മൾ ഓരോന്നായി മനസ്സിലാക്കാൻ പോവുകയാണ്. അടുത്ത ഭാഗത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ജനനത്തെക്കുറിച്ച് ഖുർആൻ പറയുന്ന ആ വിസ്മയിപ്പിക്കുന്ന വചനം നമുക്ക് വിശദമായി പരിശോധിക്കാം. പ്രപഞ്ചത്തിൻ്റെ തുടക്കം ഒരു ബിന്ദുവിലായിരുന്നു. ഖുർആൻ രദ്ക്ക്, ഫത്ഹ് എന്നീ വാക്കുകൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി? മനുഷ്യൻ കാലങ്ങളായി തിരയുന്ന ഈ ചോദ്യത്തിന് ആധുനിക ശാസ്ത്രം നൽകുന്ന ഏറ്റവും കൃത്യമായ മറുപടിയാണ് ബിഗ് ബാങ് തിയറി. എന്നാൽ ഇത് 20-ാം നൂറ്റാണ്ടിൽ മാത്രം ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഈ വിസ്മയ സത്യത്തെക്കുറിച്ച് 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിശുദ്ധ ഖുർആൻ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. ആധുനിക ശാസ്ത്രം പറയുന്നത് ഈ കാണുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഗാലക്സികളും എല്ലാം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ ബിന്ദുവിൽ ഒന്നിച്ചു ചേർക്കപ്പെട്ടിരുന്നു എന്നാണ്. ഈ അവസ്ഥയെ ശാസ്ത്രജ്ഞർ സിംഗുലാരിറ്റി എന്ന് വിളിക്കപ്പെടുന്നു. പിന്നീട് അതിഭീകരമായ ഒരു വിസ്ഫോടനത്തിലൂടെയാണ് ഈ ബിന്ദു പിളർന്നതും ആകാശവും ഭൂമിയുമെല്ലാം വേർപിരിഞ്ഞതും. ഇനി ഇതേ കാര്യം സൂറത്ത് അൽ അംബിയയിൽ 30-ാം വചനത്തിലൂടെ ഖുർആൻ പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സത്യനിഷേധികൾ കണ്ടില്ലേ, ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്നതായിരുന്നു, പിന്നീട് നാം അവയെ വേർപെടുത്തി. ഇവിടെ രദ്ക്ക്, ഫദ്ക്ക് എന്ന് 2 വാക്കുകൾ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഖുർആൻ ഉപയോഗിച്ച 2 പദങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തും. ഒന്നാമത്തേത് രദ്ക്ക്, ഒന്നിച്ച് തുന്നിപ്പിടിപ്പിച്ചത് അല്ലെങ്കിൽ ഒന്നായി ഇരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ശാസ്ത്രം പറയുന്ന സിംഗുലാരിറ്റിയുമായി ഇത് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുവെന്ന് ശ്രദ്ധിക്കൂ. രണ്ടാമത്തെ വാക്ക് ഫത്ക്ക്, ഇതിനർത്ഥം പിളർത്തുക അല്ലെങ്കിൽ വേർപെടുത്തുക എന്നാണ്. ആ ബിന്ദു വിസ്ഫോടനത്തിലൂടെ ചിന്നിച്ചിതറി വികസിച്ചതിനെ സൂചിപ്പിക്കാൻ ഇതിലും മികച്ചൊരു വാക്ക് വേറെയില്ല. 1400 വർഷം മുമ്പ് മരുഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ ഈ ജനന രഹസ്യം ഇത്ര കൃത്യമായി വിവരിക്കാൻ കഴിയുക? ഇത് മനുഷ്യനിർമ്മിതമായ വാക്കുകളല്ല, മറിച്ച് പ്രപഞ്ചനാഥന്റെ വചനങ്ങളാണ് എന്നതിന് ഇതിലും വലിയ തെളിവ് മറ്റെന്താണ് വേണ്ടിയുള്ളത്? ഇനിയുമുണ്ട് വിസ്മയങ്ങൾ. പ്രപഞ്ചമുണ്ടായതിനെക്കുറിച്ച് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ ജീവന്റെ രഹസ്യത്തെക്കുറിച്ചും ഇതേ വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. ജീവൻ എന്നാൽ എന്താണ്? എന്തുകൊണ്ടാണ് ഭൂമിയിൽ മാത്രം ജീവൻ ഉണ്ടായത്? ഈ ചോദ്യങ്ങൾക്ക് ശാസ്ത്രം നൽകുന്ന ഉത്തരം തിരയുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് ഒരേ ഒരു ബിന്ദുവിലാണ്. അത് ജലമാണ്. ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജീവന്റെ അടിസ്ഥാന ഘടകമായ ഒരു സെൽ അഥവാ കോശത്തിന്റെ 80% ഭാഗവും വെള്ളമാണ്. ഇന്നും മറ്റൊരു ഗ്രഹത്തിൽ ജീവന്റെ സാന്നിധ്യം തിരയുമ്പോൾ ശാസ്ത്രജ്ഞർ ആദ്യം നോക്കുന്നത് അവിടെ വെള്ളമുണ്ടോ എന്നാണ്. കാരണം വെള്ളമില്ലെങ്കിൽ ജീവനില്ല. കോശങ്ങളുടെ പ്രവർത്തനത്തിനും പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിനും ജലം അത്യന്താപേക്ഷിതമാണെന്ന് ആധുനിക ബയോളജി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഈ ശാസ്ത്ര സത്യത്തെ 1400 വർഷം മുമ്പ് ഖുർആൻ എങ്ങനെയാണ് അവതരിപ്പിച്ചത് എന്ന് നോക്കൂ. സൂറത്ത് അൽ അംബിയ 30-ാം വചനത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നു, എല്ലാ ജീവനുള്ള വസ്തുക്കളെയും നാം വെള്ളത്തിൽ നിന്നാണ് ഉണ്ടാക്കിയത്, എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ലേ? സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. സൂക്ഷ്മദർശിനികളോ ലബോറട്ടറികളോ ഇല്ലാത്ത കാലത്ത് പ്രപഞ്ചത്തിന്റെ രഹസ്യം പറഞ്ഞ അതേ ശ്വാസത്തിൽ തന്നെ ജീവന്റെ രഹസ്യവും ഖുർആൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒരു ബാക്ടീരിയ മുതൽ കൂറ്റൻ തിമിംഗലങ്ങൾ വരെ, മനുഷ്യൻ മുതൽ സസ്യലതാദികൾ വരെ
ഭൂമിയിലുള്ള എല്ലാ ജീവന്റെ നിലനിൽപ്പ് വെള്ളത്തിലാണ് എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു. 17-ാം നൂറ്റാണ്ടിൽ ലൂവൻ ഹോക്ക് എന്ന ശാസ്ത്രജ്ഞൻ മൈക്രോസ്കോപ്പ് കണ്ടുപിടിക്കുന്നതുവരെ ഒരു കോശത്തിന്റെ ഘടനയെക്കുറിച്ച് മനുഷ്യന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അറിവിന്റെ വെളിച്ചമില്ലാത്ത ആ കാലഘട്ടത്തിൽ ഖുർആൻ നടത്തിയ ഈ പ്രഖ്യാപനം അത്ഭുതകരം തന്നെയല്ലേ. വെള്ളത്തിൽ നിന്ന് തുടങ്ങിയ ഈ ജീവിതയാത്രയിൽ നമ്മെ സംരക്ഷിച്ചു നിർത്തുന്നത് മറ്റൊന്നാണ്. ആകാശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു സുരക്ഷാ കവചം ഭൂമിക്കുണ്ട്. ഖുർആൻ അതിനെ സംരക്ഷിതമായ മേൽക്കൂര എന്നാണ് വിളിച്ചത്. എന്താണ് മേൽക്കൂര? എന്താണ് അതിൻ്റെ ശാസ്ത്രം? നമ്മുടെ തലയ്ക്ക് മുകളിൽ കാണുന്ന ആ നീലാകാശം വെറും ഒരു ശൂന്യതയാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഭൂമിയിലെ ജീവനെ സംരക്ഷിച്ചു നിർത്താൻ പ്രകൃതി ഒരുക്കിയിട്ടുള്ള ഏറ്റവും വലിയ ഡിഫൻസ് സിസ്റ്റമാണിത്. ആധുനിക ശാസ്ത്രം ഇതിനെ അന്തരീക്ഷമെന്നും കാന്തിക മണ്ഡലമെന്നും വിളിക്കുമ്പോൾ ഖുർആൻ ഇതിനെ വിശേഷിപ്പിച്ചത് വിസ്മയിപ്പിക്കുന്ന മറ്റൊരു പേരുകൊണ്ടാണ്. സൂര്യനിൽ നിന്ന് നിരന്തരമായി മാരകമായ വികിരണങ്ങൾ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. കൂടാതെ ബഹിരാകാശത്തു നിന്ന് ലക്ഷക്കണക്കിന് ഉൽക്കകളാണ് ഓരോ ദിവസവും ഭൂമിയെ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവയൊന്നും ഭൂമിയിൽ പതിക്കാതെ നമ്മെ രക്ഷിക്കുന്നത് അവയുടെ അന്തരീക്ഷമാണ്. അന്തരീക്ഷത്തിലെ വിവിധ പാളികൾ ഈ വികിരണങ്ങളെ തടഞ്ഞു നിർത്തുകയും ഉൽക്കകളെ കത്തിച്ചു കളയുകയും ചെയ്യുന്നു. ഭൂമിക്ക് ചുറ്റുമുള്ള കാന്തിക കവചം ഒരു കവചം പോലെ നമ്മെ പൊതിഞ്ഞു നിൽക്കുന്നു. ഇനി സൂറത്ത് അൽ അംബിയയിലെ 32-ാം വചനത്തിലേക്ക് വരാം. അള്ളാഹു പറയുന്നു, ആകാശത്തെ നാം സംരക്ഷിതമായ ഒരു മേൽക്കൂര ആക്കിയിരിക്കുന്നു. അവരാകട്ടെ അതിലെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് മുഖം തിരിച്ച് കളയുന്നവരാകുന്നു. ഇവിടെ പ്രയോഗിച്ച സഖ്ഫൻ മഹ്ഫൂദ എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രദ്ധിക്കൂ. സംരക്ഷിതമായ മേൽക്കൂര. ആകാശം വെറുമൊരു വിടവല്ലെന്നും അത് ഭൂമിക്ക് മുകളിൽ ഒരു മേൽക്കൂര പോലെ നമ്മെ കാത്തുരക്ഷിക്കുന്നുണ്ടെന്നും 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പ്രഖ്യാപിച്ചു. ഭൂമിയിലെ വായു ബഹിരാകാശത്തേക്ക് നഷ്ടപ്പെടാതെ പിടിച്ചു നിർത്തുന്നതും ബഹിരാകാശത്തെ കൊടുന്തണുപ്പിൽ നിന്ന് ഭൂമിയെ ചൂടോടെ നിലനിർത്തുന്നതും ഈ മേൽക്കൂര തന്നെയാണ്. ഈ സുരക്ഷാ കവചം ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ ജീവൻ അസാധ്യമാകുമായിരുന്നു. ചിന്തിക്കുന്നവർക്കിതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. പ്രപഞ്ചമുണ്ടായതും ജീവൻ തുടിക്കുന്നതും ആകാശം നമ്മെ സംരക്ഷിക്കുന്നതും എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ആകാശത്തെ രാജാക്കന്മാരെ കുറിച്ചാണ്. സൂര്യനും ചന്ദ്രനും, പിന്നെ രാത്രിയും പകലും, അവയുടെ ചലനങ്ങളെക്കുറിച്ചും ഖുർആൻ നൽകുന്ന ശാസ്ത്രീയമായ വിവരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതാ ആസ്ട്രോണമിയും ഖുർആനും തമ്മിലുള്ള ബന്ധം വിവരിക്കുന്ന അതിമനോഹരമായ ഭാഗമാണിത്. സൂര്യനും ചന്ദ്രനും നിശ്ചലമല്ലെന്നും അവ കൃത്യമായ പാതയിലൂടെ സഞ്ചരിക്കുന്നുണ്ടെന്നും ശാസ്ത്രം കണ്ടെത്തുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സൂറത്തുൽ അംബിയ ഭാഗം 5. നമ്മൾ എന്നും കാണുന്ന സൂര്യനും ചന്ദ്രനും ആകാശത്ത് അവ ഇങ്ങനെ വെറുതെ നിൽക്കുകയാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? പണ്ട് കാലത്ത് മനുഷ്യർ വിചാരിച്ചിരുന്നത് ഭൂമി നിശ്ചലമാണെന്നും സൂര്യൻ അതിനു ചുറ്റും കറങ്ങുകയാണെന്നുമാണ്. പിന്നീട് ശാസ്ത്രം പറഞ്ഞു സൂര്യൻ നിശ്ചലമാണെന്നും ഗ്രഹങ്ങളാണ് അതിനു ചുറ്റും കറങ്ങുന്നതെന്നും. എന്നാൽ ആധുനിക ഗോളശാസ്ത്രം ഇന്ന് കണ്ടെത്തിയിരിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഒന്നിനും നിശ്ചലമായി ഇരിക്കാൻ സാധിക്കുകയില്ല. സൂര്യൻ ഒരു കേന്ദ്രത്തിൽ വെറുതെ നിൽക്കുകയല്ല ചെയ്യുന്നത്. സെക്കൻഡിൽ 100 കണക്കിന് കിലോമീറ്റർ വേഗതയിൽ സൂര്യൻ നമ്മുടെ ഗാലക്സിയുടെ കേന്ദ്രത്തിന് ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളും. ഓരോ ഗോളവസ്തുവിനും സഞ്ചരിക്കാൻ കൃത്യമായ ഒരു പാതയുണ്ട്. ഇതിനെയാണ് നമ്മൾ ഭ്രമണപഥം അഥവാ ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. സൂറത്തുൽ അംബിയ 33-ാം വചനത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു, അവനാകുന്നു രാത്രിയെയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചവൻ. അവ ഓരോന്നും ഓരോ ഭ്രമണപഥത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഖുർആൻ ഉപയോഗിച്ച വാക്കുകൾ നോക്കൂ. ഫലക്ക് എന്നാൽ ഭ്രമണപഥം. അതിനേക്കാൾ അത്ഭുതകരമായ വാക്കാണ് യസ്ബഹൂൻ എന്നതാണ്. ഇതിൻ്റെ അർത്ഥം നീന്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ശൂന്യാകാശത്ത് ഗ്രഹങ്ങളുടെ ചലനത്തെ സൂചിപ്പിക്കാൻ നീന്തുക എന്ന വാക്ക് എത്രത്തോളം കൃത്യമാണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സ്വയം കറങ്ങിക്കൊണ്ടും തൻ്റെ പാതയിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ഇതിലും മനോഹരമായി വിശേഷിപ്പിക്കാൻ മറ്റൊരു വാക്ക് ഉണ്ടാവുകയില്ല. സൂര്യനും ചന്ദ്രനും പരസ്പരം കൂട്ടിമുട്ടാതെ നിശ്ചയിക്കപ്പെട്ട പാതയിലൂടെ കോടിക്കണക്കിന് വർഷങ്ങളായി ഈ യാത്ര തുടരുന്നു. പ്രപഞ്ചത്തിലെ ഈ അച്ചടക്കം ഒരു വലിയ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണെന്ന് ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആകാശത്തെയും പ്രപഞ്ചത്തെയും കുറിച്ച് നമ്മൾ ഒരുപാട് ശാസ്ത്ര സത്യങ്ങൾ കണ്ടു. എന്നാൽ ഇനി നോക്കാനുള്ളത് ഇതിലും വലിയ അത്ഭുതങ്ങളാണ്. ഇതുവരെ നമ്മൾ പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചതെങ്കിൽ ഇനിയുള്ള ഭാഗങ്ങളിൽ പ്രപഞ്ചനാഥനെ തിരിച്ചറിഞ്ഞ പ്രവാചകന്മാരുടെ ഇതിഹാസ സമാനമായ ജീവിതത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം. യുക്തി കൊണ്ടും ചിന്ത കൊണ്ടും വിഗ്രഹാരാധനയുടെ പൊള്ളത്തരങ്ങളെ അദ്ദേഹം എങ്ങനെയാണ് തുറന്നു കാട്ടിയതെന്ന് സൂറത്ത് അൽ അംബിയ വിവരിക്കുന്നുണ്ട്. അന്ധവിശ്വാസങ്ങളിൽ മുഴുകിയിരുന്ന ഒരു ജനതയോട് ഇബ്രാഹിം നബി ചോദിച്ചു, നിങ്ങൾ കൊത്തിവെച്ച ഈ കല്ലുകളാണോ നിങ്ങളുടെ ദൈവം?
ഒരു പെരുന്നാൾ ദിവസം നാട്ടുകാരെല്ലാം നഗരത്തിന് പുറത്തു പോയപ്പോൾ അദ്ദേഹം അവരുടെ ദേവാലയത്തിൽ കയറി. അവിടെ ഉണ്ടായിരുന്ന ചെറിയ വിഗ്രഹങ്ങളെല്ലാം അദ്ദേഹം തകർത്തു. എന്നിട്ട് കോടാലി അവിടുത്തെ ഏറ്റവും വലിയ വിഗ്രഹത്തിൻ്റെ തോളിൽ വെച്ചു. തിരിച്ചു വന്ന നാട്ടുകാർ രോക്ഷാകുലരായി ചോദിച്ചു, ഇബ്രാഹിമേ, നീയാണോ ഇത് ചെയ്തത്? അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഏതൊരു ബുദ്ധിയുള്ളവനെയും ചിന്തിപ്പിക്കുന്നതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അല്ല, ആ ഇരിക്കുന്ന വലിയ വിഗ്രഹത്തോട് ചോദിക്കൂ, അവനല്ലേ ഈ കോടാലി പിടിച്ചിരിക്കുന്നത്? അവയ്ക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ അവ മറുപടി നൽകട്ടെ. ഈ വാക്കുകൾ കേട്ട് അവർ തല താഴ്ത്തി നിന്നുപോയി. സ്വന്തം സുരക്ഷ നോക്കാൻ പോലും കഴിയാത്ത ഈ കല്ലുകളെയാണല്ലോ നമ്മൾ ആരാധിക്കുന്നത് എന്ന് ഒരു നിമിഷം അവർക്ക് തോന്നിപ്പോയി. എന്നാൽ അഹങ്കാരം അവരെ പിടികൂടി. സത്യം പറഞ്ഞു കൊടുത്ത ഇബ്രാഹിം നബിയെ ജീവനോടെ അഗ്നിക്കുള്ളിലെറിയാൻ അവർ തീരുമാനിച്ചു. ഭീമാകാരമായ ഒരു അഗ്നികുണ്ഡത്തിലേക്ക് അദ്ദേഹം എറിയപ്പെട്ടു. ശാസ്ത്രീയമായി പറഞ്ഞാൽ തീയുടെ ധർമ്മം ദഹിപ്പിക്കുക എന്നതാണ്. എന്നാൽ പ്രപഞ്ചനാഥന്റെ ഒരു കൽപ്പന അവിടെ ഉണ്ടായി. ഖുർആൻ അത് ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: നാം പറഞ്ഞു, തീയെ നീ തണുപ്പുള്ളതാവുക, ഇബ്രാഹീമിന് സമാധാനമാവുക. തീയുടെ പ്രകൃതിദത്തമായ സ്വഭാവം ആ നിമിഷം നിശ്ചലമായി. കത്തുന്ന തീക്കുള്ളിൽ ഇബ്രാഹിം സുരക്ഷിതനായിരുന്നു. യുക്തിക്കും ശാസ്ത്രത്തിനും അപ്പുറമുള്ള ദൈവഹിതത്തിന്റെ വലിയൊരു അടയാളമായിരുന്നു അത്. സത്യത്തിനു വേണ്ടി നിലകൊണ്ടപ്പോൾ പ്രകൃതി നിയമങ്ങളെപ്പോലും മാറ്റിമറിച്ചുകൊണ്ട് അള്ളാഹു തന്റെ ദാസനെ സഹായിച്ചു. ഇബ്രാഹിം നബിയുടെ ഈ ത്യാഗത്തിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തിന്റെ കരുത്താണ്. എന്നാൽ ഈ അധ്യായം ഇവിടെയും അവസാനിക്കുന്നില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വർഷങ്ങളോളം രോഗശൈലിയിൽ കിടന്നിട്ടും അള്ളാഹുവിന്റെ പ്രതീക്ഷ കൈവിടാത്ത അയ്യൂബ് നബിയുടെ കഥയാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന ആ രോഗശമനം എങ്ങനെയായിരുന്നു? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയൊരു അസുഖം വരുമ്പോഴോ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോഴോ നമ്മൾ തളർന്നു പോകാറുണ്ട്. എന്നാൽ പ്രവാചകന്മാരുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് പരീക്ഷണങ്ങൾ എത്ര കഠിനമായാലും പ്രതീക്ഷ കൈവിടരുത് എന്നാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അയ്യൂബ് നബി. വർഷങ്ങളോളം നീണ്ടുനിന്ന കഠിനമായ രോഗവും സമ്പത്തും സന്താനങ്ങളും നഷ്ടപ്പെട്ട അവസ്ഥയും അദ്ദേഹത്തെ തളർത്തിയില്ല. അയ്യൂബ് നബിയുടെ രോഗം എത്രത്തോളമായിരുന്നുവെന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും പോലും അദ്ദേഹത്തെ കൈവിട്ടു. തൻ്റെ പ്രിയപ്പെട്ട പത്നി മാത്രമാണ് അദ്ദേഹത്തിനെ പരിചരിക്കാൻ കൂടെ ഉണ്ടായിരുന്നത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം പരാതിപ്പെട്ടില്ല. ഒടുവിൽ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, രക്ഷിതാവേ, എനിക്ക് കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു. നീയാണല്ലോ കരുണാനിധികളിൽ വെച്ച് ഏറ്റവും വലിയ കരുണാമയൻ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു. ഒടുവിൽ നൽകിയ നിർദ്ദേശം ഇങ്ങനെയായിരുന്നു: നിന്റെ കാൽ കൊണ്ട് മണ്ണിൽ ചവിട്ടുക. അദ്ദേഹം ചവിട്ടിയിടത്തു നിന്ന് തെളിനീർ ഉറവായി എടുത്തു. ആ വെള്ളത്തിൽ കുളിക്കാനും അത് കുടിക്കാനും അള്ളാഹു അതോടെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് പുറത്തുള്ള അസുഖങ്ങളും ആന്തരികമായ അസുഖങ്ങളും പൂർണ്ണമായും മാറി. അദ്ദേഹം പഴയതിനേക്കാൾ ആരോഗ്യവാനായി മാറി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് ഹൈഡ്രോതെറാപ്പി അഥവാ ജലചികിത്സയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ചില പ്രത്യേക ധാതുക്കൾ അടങ്ങിയ വെള്ളത്തിന് ചർമ്മരോഗങ്ങളെ ഭേദമാക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ അയ്യൂബ് നബിയുടെ കാര്യത്തിൽ അത് കേവലം ഒരു ചികിത്സയായിരുന്നില്ല, മറിച്ച് സയൻസിന് അപ്പുറമുള്ള ഒരു ഡിവൈൻ ഹീലിംഗ് ആയിരുന്നു. മനുഷ്യൻ വിചാരിച്ചാൽ മാറില്ല എന്ന് കരുതുന്ന രോഗങ്ങൾ പോലും ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ പ്രപഞ്ചനാഥന് കഴിയുമെന്ന് ഈ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്ര വലുതാണെന്ന് അയ്യൂബ് നബിയുടെ ജീവിതം കാട്ടിത്തരുന്നു. അയ്യൂബ് നബിയുടെ രോഗശമനം പോലെ തന്നെ അത്ഭുതകരമായ ഒന്നായിരുന്നു സക്കരിയ നബിയുടെ പ്രാർത്ഥനയും. അദ്ദേഹത്തിന് ലഭിച്ച പുത്രനും വാർദ്ധക്യത്തിലും വന്ധ്യതയിലും പതറാതെ അദ്ദേഹം ചോദിച്ച ആ ചോദ്യവും അതിന് ലഭിച്ച ഉത്തരവും എന്തായിരുന്നു? മനുഷ്യൻ പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ളെടുത്ത് ദൈവികമായ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് കാണിച്ചു തരുന്ന ഒരു ചരിത്രമാണിത്. പ്രായം തളർത്തിയ ശരീരവും വന്ധ്യയായ ഭാര്യയും ലൗകികമായ അറിവുകൾ വെച്ച് നോക്കിയാൽ ഇനി ഒരു കുഞ്ഞ് അസാധ്യമാണെന്ന് ലോകം വിധിയെഴുതുന്നിടത്താണ് സക്കരിയ നബി തൻ്റെ രക്ഷിതാവിനോട് കൈകൾ ഉയർത്തുന്നത്. സക്കരിയ നബി പ്രാർത്ഥിച്ചു, എൻ്റെ രക്ഷിതാവേ, നീ എന്നെ ഏകനായി വിടരുതേ. നീയാണല്ലോ ഏറ്റവും ഉത്തമനായ അനന്തരാവകാശി. അദ്ദേഹം തൻ്റെ അവസ്ഥയെക്കുറിച്ച് ബോധവാനായിരുന്നു. തൻ്റെ തലമുടി നരച്ചെന്നും എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ചെന്നും അദ്ദേഹം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ അദ്ദേഹത്തിന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസത്തിനുള്ള മറുപടി ഖുർആൻ ഇങ്ങനെ അവതരിപ്പിക്കുന്നു: അപ്പോൾ നാം അദ്ദേഹത്തിന് ഉത്തരം നൽകുകയും അദ്ദേഹത്തിന് യഹ്യായെ പ്രദാനം ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പത്നിയെ പ്രസവയോഗിയാക്കി കൊടുക്കുകയും ചെയ്തു. ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ സ്ത്രീകളിലെ മെനോപോസ് എന്ന അവസ്ഥയ്ക്ക് ശേഷം ഗർഭധാരണം അസാധ്യമാണ്. എന്നാൽ ഇവിടെ ഖുർആൻ ഉപയോഗിച്ച വാക്ക് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിൻ്റെ പത്നിയെ നാം നന്നാക്കി കൊടുത്തു. പ്രായമായ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ പ്രത്യുൽപാദനത്തിന് ആവശ്യമായ ജൈവിക മാറ്റങ്ങൾ അള്ളാഹു വരുത്തിയെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.
ആധുനിക മെഡിക്കൽ സയൻസ് ഇന്ന് ഹോർമോൺ തെറാപ്പിയിലൂടെയും മറ്റും പല മാറ്റങ്ങളും വരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രകൃതി നിയമങ്ങളെ തന്നെ മാറ്റിക്കൊണ്ട് അള്ളാഹു നടത്തിയ ആ വിസ്മയം വിശ്വാസികൾക്ക് വലിയൊരു പാഠമാണ്. സക്കരിയ നബിക്ക് യഹ്യ നബി നൽകിയതുപോലെ തന്നെ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കിയ മറ്റൊരു പ്രവാചകനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആഴക്കടലിലെ ഇരുട്ടിൽ ഒരു ഭീമ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് യൂനുസ് നബി നടത്തിയ ആ മന്ത്രം എന്തായിരുന്നു? അതിജീവനം അസാധ്യമായ ഇടത്തു നിന്ന് അദ്ദേഹം എങ്ങനെയാണ് തിരിച്ചു വന്നത്? ഖുർആനിലെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന അതിജീവനത്തിന്റെ കഥയാണിത്. യൂനുസ് നബിയും അദ്ദേഹത്തെ വിഴുങ്ങിയ കൂറ്റൻ മത്സ്യവും. ആഴക്കടലിലെ മത്സ്യവും മത്സ്യത്തിന്റെ വയറ്റിലെ അമ്ലങ്ങളും അതിജീവിച്ച് അദ്ദേഹം തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഒരു അതിജീവനത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മനുഷ്യൻ രക്ഷപ്പെടാൻ 1% പോലും സാധ്യതയില്ലാത്ത ഒരിടം, ഒരു ഭീമൻ മത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ അകപ്പെട്ടു പോയ യൂനുസ് നബിയുടെ ചരിത്രം 3 തരം അന്ധകാരങ്ങളിലായിരുന്നു അദ്ദേഹമെന്ന് ഖുർആൻ പറയപ്പെടുന്നു. രാത്രിയുടെ ഇരുട്ട്, ആഴക്കടലിലെ ഇരുട്ട്, പിന്നെ മത്സ്യത്തിന്റെ വയറിനുള്ളിലെ ഇരുട്ട്. തൻ്റെ ജനതയോട് ദേഷ്യപ്പെട്ട് കപ്പൽ കയറി പോയതായിരുന്നു യൂനുസ് നബി. എന്നാൽ ഇടയ്ക്ക് വെച്ചുണ്ടായ വലിയ കാറ്റിലും കോളിലും അദ്ദേഹം കടലിലേക്ക് എടുത്തെറിയപ്പെട്ടു. ആ നിമിഷം ഒരു കൂറ്റൻ മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി. ശ്വാസം പോലും കിട്ടാത്ത ആസിഡുകൾ നിറഞ്ഞ ആ വയറിനുള്ളിൽ കിടന്ന അദ്ദേഹം രക്ഷിതാവിനെ വിളിച്ചു. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നീയല്ലാതെ മറ്റൊരു ദൈവമില്ല, നീ എത്ര പരിശുദ്ധൻ, തീർച്ചയായും ഞാൻ അതിക്രമം പ്രവർത്തിച്ചവരിൽ പെട്ടുപോയിരിക്കുന്നു. ശാസ്ത്രീയമായി ആലോചിച്ചാൽ ഒരു മനുഷ്യന് മത്സ്യത്തിന്റെ വയറിനുള്ളിൽ ജീവനോടെ ഇരിക്കുക എന്നത് അസാധ്യമാണ്. കടലിന്റെ അടിത്തട്ടിലെ അതിഭീകരമായ മർദ്ദം, മത്സ്യത്തിന്റെ ദഹനരസങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹത്തെ നശിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ മത്സ്യം അദ്ദേഹത്തെ ദഹിപ്പിക്കുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്തില്ല. ആധുനിക സമുദ്രശാസ്ത്രം പറയുന്നതനുസരിച്ച് സമുദ്രത്തിന്റെ ആഴങ്ങളിലെ മർദ്ദം മനുഷ്യ ശരീരത്തിന് താങ്ങാവുന്നതിനും അപ്പുറമാണ്. എന്നിട്ടും അദ്ദേഹം സുരക്ഷിതനായി പുറത്തു വന്നത് ആത്മീയമായ കരുത്തുകൊണ്ടും ദൈവികമായ ഇടപെടലുകൊണ്ടുമായിരുന്നു. മത്സ്യം അദ്ദേഹത്തെ ഒരു കടൽ തീരത്ത് ഛർദ്ദിച്ചു കളഞ്ഞു. അവശനായ അദ്ദേഹത്തിന് തണലേകാൻ അള്ളാഹു അവിടെ ഒരു വള്ളിച്ചെടി മുളപ്പിച്ചു നൽകി. ജീവിതത്തിലെ ഇരുട്ടുകളിൽ അകപ്പെട്ടു പോകുന്ന ഏതൊരു മനുഷ്യനും യൂനുസ് നബിയുടെ ഈ പ്രാർത്ഥന ഒരു വലിയ ആശ്വാസമാണ്. ഇനി ഈ അധ്യായത്തിലെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. അവിടെ ലോകത്തെ വിറപ്പിച്ച ദുൽഖർനൈൻ രാജാവിനെക്കുറിച്ചും യജൂജ് മഅജൂജിനെ കുറിച്ചും സൂചനകളുണ്ട്. കൂടാതെ പ്രപഞ്ചത്തിന്റെ അന്ത്യം എങ്ങനെയായിരിക്കുമെന്നും ഖുർആൻ വിവരിക്കുന്നുണ്ട്. നമ്മുടെ ഈ പ്രപഞ്ചം എങ്ങനെ തുടങ്ങിയെന്ന് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഇത് എങ്ങനെ അവസാനിക്കുമെന്ന് ലോകാവസാനത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ നൽകുന്ന ചില കൃത്യമായ സൂചനകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യജൂജ് മഅജൂജ് എന്ന ജനതയുടെ പുറപ്പാട്. സൂറത്ത് അൽ അംബിയ 96-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, യജൂജ് മഅജൂജ് വിഭാഗത്തിന് തുറന്നു കൊടുക്കപ്പെടുകയും അവർ ഓരോ കുന്നുകളിൽ നിന്നും കുതിച്ചു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതുവരെ ലോകത്തിന്റെ സമാധാനം തകർക്കുന്ന അതിശക്തമായ ഒരു വിഭാഗത്തിന്റെ വരവിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അന്ത്യദിനത്തിന്റെ വലിയ അടയാളങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. അവരുടെ വരവോടെ ഭൂമിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ അധ്യായത്തിലെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ശാസ്ത്ര സത്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. പ്രപഞ്ചം എങ്ങനെ അവസാനിക്കും എന്നതിനെക്കുറിച്ച് ശാസ്ത്രലോകത്ത് പല സിദ്ധാന്തങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബിഗ് ക്രഞ്ച്. അതായത് ഒരു വിസ്ഫോടനത്തിലൂടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം ഒരു ഘട്ടം കഴിഞ്ഞാൽ തിരികെ ചുരുങ്ങാൻ ആരംഭിക്കും. സൂറത്ത് അൽ അംബിയ 104-ാം വചനത്തിൽ അള്ളാഹു പറയുന്നത് ഇപ്രകാരമാണ്, ലിഖിതങ്ങളുള്ള ഏടുകൾ ചുരുട്ടുന്നത് പോലെ നാം ആകാശത്തെ ചുരുട്ടിക്കളയുന്ന ദിവസം. എത്ര കൃത്യമായ ഉപമയാണിത്! നമ്മൾ നേരത്തെ കണ്ട ബിഗ് ബാങ് എന്ന വികാസത്തിന് നേർ വിപരീതമായ ഗ്രന്ഥങ്ങൾ ചുരുട്ടുന്നത് പോലെയുള്ള ഒരു സങ്കോചത്തെക്കുറിച്ചാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. അതായത് വികസിച്ചുകൊണ്ടിരിക്കുന്ന ആകാശം ഒരു ഏട് പോലെ ചുരുട്ടപ്പെടുമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പേ ഖുർആൻ പ്രഖ്യാപിച്ചിരുന്നു. സുഹൃത്തുക്കളെ, പ്രപഞ്ചത്തിന്റെ ജനനം മുതൽ അതിൻ്റെ അന്ത്യം വരെ പ്രവാചകന്മാരുടെ ചരിത്രം മുതൽ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ വരെ നീളുന്ന വിസ്മയകരമായ ഒരു യാത്രയായിരുന്നു സൂറത്ത് അൽ അംബിയ. നാം എവിടെ നിന്ന് വന്നു, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഈ അധ്യായം നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ വീഡിയോ സീരീസ് നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരം അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നും അർഹമായ പ്രതിഫലം ലഭ്യമാവട്ടെ. സൂറത്ത് അൽ അംബിയ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ
ഒരുപക്ഷെ അത് മറ്റൊരു വീഡിയോയ്ക്കുള്ള കാരണമായി മാറും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.